ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കൊഴുക്കട്ടയാണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വീട്ടിൽ ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾ കോട്ടയാണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ട് ഒരു എറണാകുളം അങ്ങോട്ട് വടക്കോട്ട് പോകുന്ന സൈഡിലൊക്കെ നമുക്ക് ഈസ്റ്ററിൻ്റെ ഓശാനയുടെ തലേദിവസം കൊഴുക്കട്ട ശനിയായിട്ടൊക്കെ ആചരിക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നൊരു കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് ഞാനും തീരുമാനിച്ചു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കല്ലോ, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ടൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഈ പൊടിക്ക് പകരമായിട്ട് നമുക്ക് പുട്ടുപൊടിയോ അല്ലെങ്കിൽ മറ്റേത് അരിപ്പൊടിയാണെങ്കിലും അല്ലെങ്കിൽ ഇതൊന്നും അല്ലാതെ സാധാരണ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന അരിപ്പൊടിയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇപ്പം നമ്മൾ ഇതുപോലൊരു മെഷറിംഗ് കപ്പിലാണ് ഈ പൊടി നമ്മൾ അളന്നെടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ പൊടി എടുക്കുക. അതേ റൗണ്ടിൽ തന്നെ നമ്മൾ ഒരു കപ്പാണെങ്കിൽ ഒരു കപ്പിന് 1 കപ്പ് വെള്ളം തന്നെ നമ്മളിത് എടുക്കണം. ഇനി 2 കപ്പാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1.5 ആണെങ്കിൽ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ മെഷറിംഗ് കപ്പ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു കുപ്പി ഗ്ലാസ് ആണെങ്കിലോ എടുത്തിട്ട് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പൊടി അളന്നെടുത്തതിന് ശേഷം നമ്മൾ അതേ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മെഷറിംഗ് കപ്പ് ഇതിൽ 1 കപ്പാണ് പൊടി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു 100 ഗ്രാം ശർക്കര ചെറുതായിട്ടൊന്ന് ചീകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പാനിയാക്കി എടുക്കാനുള്ളതാണ്. പിന്നെ നമ്മളൊരു ഫ്ലേവറിന് വേണ്ടി ഞാനൊരു 10 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ സാദാ ജീരകം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിന് വേണ്ടി മാത്രം നമ്മൾ ചേർത്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം, ഇത് നമ്മുടെ ചുക്കാണ്. ഇനി ചുക്കില്ല എന്നുണ്ടെങ്കിൽ ചുക്കുപൊടി നമുക്ക് മേടിക്കാൻ കിട്ടും, അതാണെങ്കിലും മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. പൊടിച്ചെടുത്താണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ ഏലക്കായും നല്ല ജീരകവും ചുക്കും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നമുക്ക് പൊടിക്കൊരു മയം കിട്ടാൻ വേണ്ടി ഞാൻ ഇതിനകത്തുള്ളൊരു 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി വാട്ടിയെടുക്കാനും നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനും വേണ്ടി ആവശ്യമുള്ള വെള്ളം കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഞാനൊരു മെഷറിംഗ് കപ്പിലേക്ക് എടുക്കുവാണ്. കാരണം ഈ മെഷറിംഗ് കപ്പിലേക്ക് തന്നെ നമ്മൾ വെള്ളം അളന്നെടുക്കേണ്ടതാണ്. അപ്പോൾ 1 കപ്പ് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ ഇനി ഈ പൊടി ഒന്ന് വാട്ടി കുഴച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ മെഷറിംഗ് കപ്പിലേക്ക് തന്നെയാണ് ഞാൻ ആ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായി വെട്ടി തിളയ്ക്കണം. ഈ പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പൊടി ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് ഇപ്പോൾ നല്ല ചൂടായ കാരണം നമുക്ക് ഇതിനകത്ത് കൈയിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് നാറിക്കഴിയുന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. അപ്പോൾ കഴിവതും ഒരുമാതിരി ചൂടോടുകൂടി തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഞാൻ സ്പൂൺ വെച്ച് തന്നെ കുറച്ചൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ചൂടുണ്ട് ഇതിന്. കൊഴുക്കട്ടയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതിനി ഒന്ന് കുറച്ച് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് ഇതിനുള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3/4 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര നന്നായി ഉരുകി വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് വെള്ളം വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക, ചുക്ക, ജീരകം അത് പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇവിടെ മാവും ഫില്ലിങ്ങും ഒക്കെ ഇവിടെ തണുത്തിട്ടുണ്ട്. ആവശ്യമുള്ള വലിപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കാം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് പരത്തിയിട്ട് ഇത് ആവശ്യമുള്ള വലിപ്പം നമ്മൾ ഫില്ലിങ് തയ്യാറാക്കാൻ പറ്റുന്ന വലിപ്പമാക്കി നമുക്കെടുക്കാം. അപ്പോൾ ഇതിനുള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മുടെ ഒരു കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ തട്ടൂടെ നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇതേപോലെ നമുക്ക് കൊഴുക്കട്ടയെല്ലാം ബോൾസാക്കി എടുക്കാം. അപ്പോൾ കൊഴുക്കട്ടയെല്ലാം നമ്മൾ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമ്മൾ ആ 1 കപ്പ് പൊടി എടുത്തപ്പോൾ 5 കൊഴുക്കട്ടയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനി നമുക്കൊരു 15 മിനിറ്റ് നേരത്തേക്ക് ആവി പുഴുങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് നേരം ആവിയിലിരുന്ന് വേകട്ടെ. അപ്പോൾ നമ്മളിത് വെച്ചിട്ടൊരു ഏകദേശം 15 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമുക്കിതൊന്ന് ചെറുതായിട്ട് കുത്തു നോക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ തീനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് കാണും വരെ ബൈ.